പലതരം ചേരുവകൾ. ഇന്ന് നമുക്ക് റെസ്റ്റോറന്റിനെ വെല്ലുന്ന നല്ല അടിപൊളി മസാലദോശ തയ്യാറാക്കാം കേട്ടോ. നിങ്ങൾ മസാലദോശ എപ്പോൾ ഉണ്ടാക്കിയാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് വരാനുള്ള എല്ലാ ടിപ്സും ട്രിക്സും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോയിൽ. പിന്നെ നമ്മൾ ഇതിലേക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരു ഇൻഗ്രീഡിയന്റ് ചേർക്കുന്നുണ്ട്. ചട്ടിയിലൊന്നും ബാറ്റർ ഒട്ടി പിടിക്കാതിരിക്കാനാണ്. പിന്നെ ഞാനൊരു ട്രിക്ക് പറയുന്നുണ്ട്. ഈ ട്രിക്ക് വഴി രണ്ട് രീതിയിൽ നമ്മുടെ ബാറ്റർ പെട്ടെന്ന് ഫെർമെന്റ് ആയി കിട്ടും കേട്ടോ. പിന്നെ ദോശ ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ചട്ടിയിൽ ചൂട് എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരു കംപ്ലീറ്റ് വീഡിയോ ആണ്, എല്ലാവരും അവസാനം വരെ കണ്ടു നോക്കാം. അടിപൊളി മസാലയാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ബാറ്ററിന് വേണ്ടി കുതിർത്താൻ വെക്കേണ്ട സാധനങ്ങളാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി നമുക്കൊരു പാത്രം എടുത്തിട്ട് ഈ ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഒരു കപ്പ് പച്ചരിയാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. നമ്മുടെ മസാല ദോശയിലേക്ക് മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് പച്ചരി. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. റേഷൻ കടയിലെ പച്ചരിയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. പച്ചരിയിൽ നിന്നാട്ടോ നമ്മുടെ മസാല ദോശയ്ക്ക് നല്ല ക്രിസ്പിനെസ് കിട്ടുന്നത്. മസാല ദോശയിലേക്ക് അടുത്ത പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഉഴുന്നുപരിപ്പ്. അത് നമ്മുടെ മസാല ദോശയ്ക്ക് നല്ലൊരു ഫ്ലേവറും സ്ട്രക്ചറൊക്കെ കിട്ടാൻ ഉഴുന്നുപരിപ്പ് വേണം കേട്ടോ. 1/4 കപ്പ് ഉഴുന്നുപരിപ്പാണ് എടുത്തിട്ടുള്ളത്. അടുത്തായിട്ടുള്ള ഇൻഗ്രീഡിയന്റ് വലിയ പ്രാധാന്യമില്ല കേട്ടോ. നിങ്ങൾ നോൺ സ്റ്റിക്കിന്റെ അല്ലാത്ത ചട്ടിയിലൊക്കെയാണ് ചുടുന്നത്. ചട്ടിയിൽ ഒട്ടി പിടിക്കുന്ന പ്രശ്നമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കടലപ്പരിപ്പ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചട്ടിയിൽ ഒട്ടി പിടിക്കില്ല കേട്ടോ. കടലപ്പരിപ്പ് കൂടി പോവരുത്. കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസാല ദോശ റബ്ബർ പോലെ ഭയങ്കര ബലമായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർക്കാം കേട്ടോ. നല്ലൊരു ഫ്ലേവറിനും പിന്നെ നന്നായിട്ട് ഫെർമെന്റ് ആവാനും വേണ്ടിയിട്ടാണ് ഉലുവ ചേർക്കുന്നത്. ഇനി ഇതെല്ലാനും കൂടി നന്നായിട്ട് വാഷ് ചെയ്ത് ഇല്ല പശയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് കൈ കളയണം കേട്ടോ. അങ്ങനെ അരി നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 4 അല്ലെങ്കിൽ 5 മണിക്കൂർ കുതിരാനായിട്ട് വെക്കാം. അരി കുതിർത്താനായിട്ട് വെച്ചിട്ട് ഇപ്പൊ 4 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അരച്ചെടുക്കാം. അരയ്ക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് അരി വാർന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. വെള്ളം കൂടി പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കാം. അരമുക്കാൽ ഭാഗത്തോളം അരി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് വാർന്നിട്ടിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കാം. നമ്മൾ അരി കുതിർത്തി വെച്ച വെള്ളം തന്നെ ഒഴിച്ചെടുത്താൽ മതി. വെള്ളം കൂടി പോവരുത് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ആദ്യം ഒഴിക്കുന്ന വെള്ളം ഇച്ചിരി കൂടുതലാണ്. അത് ഒന്ന് അരച്ചെടുത്ത ശേഷം ബാക്കിയുള്ള അരിയും കൂടി അതിലേക്കിട്ട് അരച്ചെടുക്കുമ്പോൾ അത് കറക്റ്റ് ആയിക്കോളും. ആദ്യത്തെ ട്രിപ്പ് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്ത ശേഷം അതിലേക്ക് ബാക്കിയുള്ള അരി ഇന്നൊക്കെ കൂടി അങ്ങിട്ടെടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഭയങ്കര പേസ്റ്റ് ആയിട്ടൊന്നും അരിയണ്ട കേട്ടോ. ജസ്റ്റ് കുറച്ച് തരിയൊക്കെ ആയിട്ട് അരച്ചെടുത്താൽ മതി. പിന്നെ നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ. മിക്സിയുടെ ജാറ് ചൂടാവരുത്. ചൂടാവെന്ന് കണ്ടു കഴിഞ്ഞാൽ ഓഫ് ആക്കി ഇട്ടിട്ട് നന്നായിട്ട് തണുത്ത ശേഷം പിന്നെ അടിക്കാവുള്ളൂ കേട്ടോ. അരി ഒന്നും പരിപ്പൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഭയങ്കര നന്നായിട്ട് പേസ്റ്റ് ആയിട്ടൊന്നും അരച്ചിട്ടില്ല കേട്ടോ. ചെറിയ തരികൾ അതിലുണ്ട്. ഈ ഒരു പാകത്തിന് നമുക്ക് അടിച്ചെടുക്കാം. ഇനി ഇത് ഫെർമെന്റ് ചെയ്യാൻ വെക്കുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലത്തെ പരന്ന പാത്രം എടുക്കണ്ട കേട്ടോ. കലം പോലെ ഇച്ചിരി കുടുവനായിട്ട് ഇരിക്കുന്ന പാത്രങ്ങൾ ഫെർമെന്റ് ചെയ്യാനായിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇത് എടുത്തത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഇനി ബാറ്ററിലേക്ക് ഞാൻ വേറെ വെള്ളം ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഒരുപാട് ലൂസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഫെർമെന്റ് ആവാൻ ബുദ്ധിമുട്ട് വരും. അതുപോലെ തന്നെ ബാറ്റർ ഒത്തിരി തിക്കാവാനും പാടില്ല കേട്ടോ. ബാറ്റർ വല്ലാതെ തിക്കാണെന്നുണ്ടെങ്കിൽ അരി കുതിർത്തി വെച്ച വെള്ളത്തിൽ നിന്ന് തന്നെ കുറച്ച് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമ്മുടെ ഈ ബാറ്റർ എത്ര തണുപ്പുള്ള സമയത്താണെങ്കിലും നന്നായിട്ട് പെട്ടെന്ന് ഫെർമെന്റ് ആയി കിട്ടാനായിട്ട് ഞാനൊരു ട്രിക്ക് പറയാം. നമ്മുടെ കൈ നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം ഒരു തുണി കൊണ്ട് തുടച്ച ശേഷം നന്നായിട്ട് ഈ ബാറ്റർ ഒന്ന് ബീറ്റ് ചെയ്യാം കേട്ടോ. ഒരു 2-3 മിനിറ്റ് എങ്കിലും നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഇതിന്റെ അകത്തേക്ക് എയർ കയറ്റാം. ഇങ്ങനെ എയർ കയറ്റുന്നതിലൂടെ ബാറ്റർ നന്നായിട്ട് പെട്ടെന്ന് ഫെർമെന്റ് ആയി കിട്ടും. പിന്നെ ബാറ്റർ നല്ല സോഫ്റ്റ് ആയിരിക്കുകയും ചെയ്യും കേട്ടോ നമ്മുടെ മസാല ദോശ. പരമാവധി നിങ്ങൾ കൈ തന്നെ ഉപയോഗിച്ച് ബീറ്റ് ചെയ്യാം കേട്ടോ. മറ്റേ വിസ്ക് ഫോർക്കൊന്നും വെച്ച് ഉപയോഗിച്ചിട്ട് അത്ര ഫലം കിട്ടില്ല. നമ്മുടെ കയ്യിലുള്ള ഒരു ചൂട് കയ്യിലേക്ക് തട്ടുമ്പോഴാണ് പെട്ടെന്ന് ഫെർമെന്റ് ആയി കിട്ടുന്നത്. 2-3 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് അടിച്ച് ഫെർമെന്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. ഞാൻ ബാറ്റർ അടിച്ചത് ഓൾറെഡി വെള്ളം കൂടുതലായി പോയതുകൊണ്ട് മിക്സിയുടെ ജാറൊന്നും കഴുകി ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് വേറെ സെപ്പറേറ്റ് ആയിട്ട് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി മാറ്റി വെച്ചതാണ്. അപ്പൊ രാവിലെ ആവുന്ന സമയത്ത് വെള്ളത്തിന് ആവശ്യം വരികയാണെങ്കിൽ ഈ ഒരു ബാറ്റർ ഒഴിക്കാം. ഇതൊരു നോർമൽ റൂം ടെമ്പറേച്ചറിൽ ഒരു 8 മണിക്കൂർ കൊണ്ട് ഫെർമെന്റ് ആയി കിട്ടും കേട്ടോ. നല്ല തണുത്ത സമയത്ത് മഞ്ഞിന്റെ നല്ല മഴയുടെ ഒക്കെ നല്ല തണുത്ത സമയത്ത് ഒരു 12 മണിക്കൂർ വേണ്ടി വരും കേട്ടോ. ഈ ഒരു വീഡിയോ ഞാൻ നേരത്തെ എടുത്ത് വെച്ചതാണ്. എങ്കിൽ പോലും ഞാൻ 12 മണിക്കൂർ ഒന്നത് ഫെർമെന്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടില്ല കേട്ടോ. വെളുപ്പിന് രാത്രി വൈകിയാണ് ഞാനിത് അടിച്ചു വെച്ചത്. വെളുപ്പിന് എന്നത് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ തന്നെ നന്നായിട്ട് ഫെർമെന്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ നല്ല തണുത്ത കാലാവസ്ഥയിലാണ് നിൽക്കുന്നത്. 6-8 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഇത് ചൂടാൻ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വലിയ ചരവ് കൊടുക്കാം. നമ്മൾ ബാറ്ററി അടിച്ചു വെച്ചിട്ടുള്ള പാത്രം ഇറക്കി വെക്കാൻ പറ്റിയ ഒരു വലിയ ചരവ് എടുത്തിട്ട് അതിലേക്ക് തണുപ്പ് മാറി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നേരെ ചൂടേ പാടുള്ളൂ, അല്ലെങ്കിൽ ബാറ്ററി വെന്ത് പോകും. ഇതിലേക്ക് ഈ ബാറ്ററി അങ്ങ് ഇറക്കി വെക്കാം. ഒരു 10 മിനിറ്റ് ഇറക്കി വെച്ച ശേഷം വീണ്ടും ആ വെള്ളം കളഞ്ഞിട്ട് നേരെ തണുപ്പ് മാറി വെള്ളം വീണ്ടും ഇറക്കി വെച്ചിട്ട് ബാറ്ററി ഇറക്കി വെക്കുക. അങ്ങനെ ഒരു 2 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു പൊതുപ്പ് കമ്പിളി എന്തെങ്കിലും ചൂട് കിട്ടണ ഒരു തുണി വെച്ചിട്ട് പൊതിഞ്ഞ് വെക്കാം. അങ്ങനെ ആകുമ്പോൾ 6-8 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഇത് ചുട്ടെടുക്കാം കേട്ടോ. നല്ല തണുപ്പുള്ള കാലാവസ്ഥയിലാണ് നിൽക്കണമെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി. അല്ലെങ്കിൽ അല്ലാതെ തന്നെ അത് പൊങ്ങി വന്നോളൂ കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയ സെയിം പാത്രത്തിലേക്ക് ബാറ്ററി ഇറക്കി വെക്കരുത് കേട്ടോ. പൊടി വെന്ത് പോകും. മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഞാനിപ്പോൾ അരിഞ്ഞെടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുമ്പോൾ ക്യാരറ്റ് എടുക്കണ്ട കേട്ടോ. ക്യാരറ്റ് സവാളയും കൂടി വരുമ്പോൾ ഭയങ്കര മതിരിപ്പ് കൂടിപ്പോവും. എൻ്റെ കയ്യിൽ ഇപ്പോൾ പൊട്ടറ്റോ കുറവായിരുന്നതുകൊണ്ട് മസാല തികയില്ല. അതുകൊണ്ട് ക്യാരറ്റ് ഉണ്ടായിരുന്നത് ഞാൻ എടുത്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു 6 പൊട്ടറ്റോ എടുത്താൽ മതി. 2 സവാള, പിന്നെ ഞാനിവിടെ 2 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. പച്ചമുളകിന് ഇവിടുത്തെ പച്ചമുളക് നല്ല എരിവുണ്ട് കേട്ടോ. ഈ ഒരു പച്ചമുളകിന് അതുകൊണ്ടാണ് 2 എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ പച്ചമുളകിന് എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ 3 എടുക്കാം കേട്ടോ. പൊട്ടറ്റോ ആദ്യം തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അതിലേക്ക് തന്നെ ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഒരു ഇതിൽ കറിവേപ്പിലയും പിന്നെ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം.
എൻ്റെ ഈ ഒരു കുക്കറിൽ മീഡിയം ഫ്ലെയിമിൽ 2 അല്ലെങ്കിൽ 3 വിസിൽ വേണം കേട്ടോ ഇത് വേവാനായിട്ട്. അപ്പോൾ ഓരോ കുക്കർ അനുസരിച്ച് വേവിൽ വ്യത്യാസം ഉണ്ടാവും. ചില കുക്കറിൽ ഒറ്റ വിസിലിൽ തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കുക്കർ അനുസരിച്ച് വേവിക്കാം. പൊട്ടറ്റോ വേവുന്ന ആ ഒരു സമയം കൊണ്ട് സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ ലീവ്സും കൂടി ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബാറ്റർ നന്നായിട്ട് ഫെർമെന്റ് ആയി വന്നിട്ടുണ്ട്. അതിന്റെ അടുപ്പിൽ കണ്ടോ ആവിയൊക്കെ കയറി തട്ടിയൊക്കെ ഇരിക്കുന്നുണ്ട്. പൊങ്ങി വല്ലാതെ അങ്ങ് പൊങ്ങി വന്നിട്ടില്ലെങ്കിലും ഫെർമെന്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1-1.5 ടീസ്പൂൺ ഉപ്പ് മതിയാവും കേട്ടോ ഇതിലേക്ക്. ബാറ്റർ ഫെർമെന്റ് ആയ ശേഷം കുറച്ചൊന്ന് തിക്കായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒന്ന് ലൂസ് ആക്കാനായിട്ട് നമ്മൾ മിക്സിയുടെ ജാറ് കഴുകി ഒഴിച്ച് വെച്ച ആ വെള്ളം ഉണ്ടല്ലോ അതിന്റെ തെളി അങ്ങ് ഊറ്റി കളഞ്ഞിട്ട് ആ ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഇത് തന്നെ ഒഴിക്കണമെന്നൊന്നുമില്ല കേട്ടോ. പച്ചവെള്ളം ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്താലും മതി. ഉപ്പൊക്കെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. എല്ലാം പാകമാണ്. ഇനി ഇതിവിടെ മാറ്റി വെക്കാം കേട്ടോ. നമുക്ക് മസാല റെഡിയാക്കാം. നമ്മുടെ പൊട്ടറ്റോയും ക്യാരറ്റൊക്കെ ഇവിടെ വെന്തിരിപ്പുണ്ട്. ഇനി നമുക്ക് സവാള വഴറ്റി മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു തവ ചൂടാവാനായിട്ട് വെക്കുക. ചൂടായ ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആണെങ്കിലും വയ്ക്കാം കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായ ശേഷം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വന്ന ശേഷം ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. സവാള ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പൊട്ടറ്റോ മസാല ഉണ്ടാക്കുമ്പോൾ സവാള ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറന്റ് ആയാൽ മതി കേട്ടോ. അതിനുശേഷം നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഞാൻ വേവിക്കുന്ന സമയത്ത് ഇട്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇനി ഞാൻ മഞ്ഞൾപ്പൊടി ഇടുന്നില്ല. അതുപോലെ 2 പിഞ്ച് പെരിഞ്ചീരകം കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് മുളക് പൊടിയുടെ പച്ച സ്മെല്ലൊക്കെ മാറിയ ശേഷം നമുക്ക് പൊട്ടറ്റോ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മുളക് പൊടിയുടെ പച്ച സ്മെല്ലൊക്കെ ഇവിടെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ വേവിച്ച പൊട്ടറ്റോ ഇട്ട് കൊടുക്കണം. പൊട്ടറ്റോ നമ്മൾ വേവിച്ചത് തീരെ വെള്ളം കുറച്ചാണ്. അതിൽ ബാക്കി കുറച്ച് വെള്ളമൊക്കെ ഉണ്ടെങ്കിലും അത് കളയണ്ടതിലേക്ക് തന്നെ വെച്ചിട്ട് വറ്റിച്ചെടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് ഉടച്ച് മിക്സ് ചെയ്യാം കേട്ടോ. പൊട്ടറ്റോ നന്നായിട്ട് ഉടഞ്ഞ് മിക്സ് ആയിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ ഉപ്പ് എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ അതൊന്ന് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിയിലേക്ക് കൂടി ഇട്ടെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഞാൻ അപ്പത്തടുപ്പിലേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം. ദോശ ചുടാനായിട്ട് നിങ്ങളുടെ ഇരുമ്പിന്റെ ഇൻഡാലിയത്തിന്റെ നോൺ സ്റ്റിക്കിന്റെ അല്ലാത്ത ഏതെങ്കിലും തവകളുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ. എൻ്റെ ഇപ്പോൾ നോൺ സ്റ്റിക്കിന്റെ തവയാണുള്ളത്. അതിൽ ചുടുമ്പോൾ നിങ്ങൾക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്നതും ഒട്ടിപ്പിടിക്കാതെ കിട്ടുന്നതൊക്കെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ തവ എടുത്തേക്കുന്നത്. ഇത് നോൺ സ്റ്റിക്കിന്റെ കോട്ടിംഗ് പോയിട്ടുള്ള ഒരു തവയാണ്. എനിക്ക് തോന്നുന്നു മിക്കവരുടെ വീട്ടിലും കാണും ഇങ്ങനെ വരണം. ഇതോട്ടെ ഹെൽത്തി അല്ല കേട്ടോ. ഞാൻ എൻ്റെ വേറെ കല്ലിന്റെ നോൺ സ്റ്റിക്ക് അല്ലാത്ത വേറെ തവകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് വയ്ക്കുന്നതാണ്. തവ നന്നായിട്ടൊന്ന് ചൂടായ ശേഷം ഇതിൽ ഞാൻ കുറച്ച് ഓയിൽ തൂത്തെടുത്തിട്ടുണ്ട്. ഇത് ആദ്യത്തെ പ്രാവശ്യം മാത്രം ചെയ്താൽ മതി കേട്ടോ. ചട്ടി നന്നായിട്ട് ചൂടാവണം. നന്നായിട്ട് ചൂടായി പുക എടുത്ത് തുടങ്ങുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചെടുക്കാം. നമ്മൾ പച്ചവെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. പച്ചവെള്ളം ഒഴിച്ചെടുത്ത ശേഷം അതങ്ങ് കമ്പി കളയുക. അതിനുശേഷം നമ്മുടെ മാവ് ഒഴിച്ചെടുക്കാം. എന്തിനെങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാവ് ഇടുമ്പോൾ ചട്ടിക്ക് ചൂടുണ്ടാവരുത്. എന്നാൽ അപ്പം തന്നെ ചട്ടി ചൂടാവും വേണം. ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മുടെ മാവ് ഒഴിച്ചപ്പോൾ തന്നെ ചട്ടി ചൂടാവും. ഒഴിക്കുന്ന സമയത്ത് ചൂടായിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ചട്ടിയിൽ നിന്ന് പെട്ടെന്ന് വിട്ടു വരികയും ചെയ്യും. മാവ് നടുക്ക് വെച്ചെടുക്കാം. നടുക്ക് വെച്ചെടുത്തിട്ട് നടക്കുന്ന തുടങ്ങി അരികു വരെ റൗണ്ടിൽ ചുറ്റിച്ചെടുക്കുക. ഇപ്പം മാവ് കംപ്ലീറ്റ് ഞാൻ ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇത് ചെറിയ അടുപ്പിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ കേട്ടോ കംപ്ലീറ്റ് ഞാൻ ചെയ്തെടുക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഈ ഏറ്റവും കന പറഞ്ഞ ഭാഗത്തൊക്കെ ഗോൾഡൻ കളറായി തുടങ്ങും. ആ സമയത്ത് നിങ്ങൾക്ക് ഓയിലോ ബട്ടറോ എന്തെങ്കിലും മുകളിൽ തൂക്കി കൊടുക്കണമെങ്കിൽ തൂക്കി കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യത്തെ എണ്ണത്തിൽ മാത്രമേ ഇച്ചിരി ഓയിൽ കൊടുക്കുന്നുള്ളൂ. ഞാൻ ബാക്കിയുള്ളതിലൊന്നും ഓയിലൊന്നും കൊടുക്കുന്നില്ല. ജസ്റ്റ് മസാല വെച്ചിട്ട് ചുട്ടെടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ചിലർക്കൊക്കെ ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ 1 ടീസ്പൂൺ ഓയിൽ ജസ്റ്റ് എല്ലാ സ്ഥലത്തൊന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ ഒരെണ്ണമൊക്കെ വിട്ടു പോരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു വരാം. പക്ഷേ പേടിക്കണ്ട, അടുത്ത് തുടങ്ങി നന്നായിട്ട് കൃത്യമായിട്ട് തന്നെ പോരും. പിന്നെ സൈഡിൽ പോരാൻ ബുദ്ധിമുട്ട് വരുന്നതിൻ്റെ ഒരു കാരണം അവിടുത്തെ ചൂടാണ്. ഇരുമ്പിൻ്റെ ഒക്കെ ചട്ടിയാണ് നമ്മൾ വെക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തേക്കും ഒരേപോലെ നന്നായിട്ട് ചൂടുണ്ടായിട്ടുണ്ടാവും. ഇരുമ്പ് ഇൻഡാലിയൊക്കെ ആണെങ്കിൽ ഇതിലൊക്കെ വരുമ്പോൾ നടക്കുക തീ കത്തുന്നിടത്ത് മാത്രം നല്ല ചൂടായിരിക്കും. സൈഡിലേക്കൊക്കെ വരുമ്പോൾ ചൂട് കുറയും. അതുകൊണ്ടാണ് ആ സൈഡ് ഇച്ചിരി ബുദ്ധിമുട്ട് വന്നത്. പക്ഷേ അത് പേടിക്കാനില്ല. അടുത്തതൊക്കെ ആകുമ്പോഴത്തേനും നന്നായിട്ട് തന്നെ പോരും. പിന്നെ ഞാൻ ഇതിലേക്ക് മസാല പറ്റി ചുട്ടെടുക്കുകയാണ്. ഇനി അടുത്തത് വരുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചാൽ മസാലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാട്ടോ. ഇനി അടുത്ത മാവ് വയ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ദോശയിൽ പറ്റി പിടിച്ചേക്കുന്നതൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കളയാം. എന്നിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക. 2 പ്രാവശ്യമൊക്കെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അതിനുശേഷം നമുക്ക് സൂപ്പറായിട്ട് ചുട്ടെടുക്കാൻ പറ്റും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചൂടായ തവ തന്നെയല്ലേ നമ്മൾ നയിച്ചുകൊണ്ടുവന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് നന്നായി ചൂടായി വരും. ആ സമയത്ത് നമുക്ക് വീണ്ടും വെള്ളം ഒഴിച്ചെടുക്കാം. വെള്ളം കൂടി ഊറ്റി കളഞ്ഞ ശേഷം അതിലേക്ക് മാവ് ഒഴിച്ചെടുക്കാം. വെള്ളം കളഞ്ഞപ്പോൾ തന്നെ മാവ് വയ്ക്കാം കേട്ടോ. മാവ് വയ്ക്കുന്ന സമയത്ത് ചട്ടിക്ക് ഒരു തണുപ്പുണ്ടായിരിക്കണം. മാവ് വെച്ചപ്പോൾ തന്നെ ചട്ടി ചൂടാവും ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇപ്പം നമ്മുടെ ദോശ ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് വെടിപ്പിച്ചെടുക്കാം. എല്ലാ ചട്ടിനും ഒരു ഗോൾഡൻ കളറായ ശേഷം മാത്രം വെടിപ്പിക്കാം കേട്ടോ. കണ്ടോ, ഈ പ്രാവശ്യം ചുട്ടപ്പോൾ ഒട്ടും മടി പിടിക്കാതെ പെട്ടെന്ന് തന്നെ വിട്ടു പോന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളും ഈ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഓയിൽ ഒഴിക്കണമെങ്കിൽ ഓയിൽ ഒഴിച്ചിട്ട് മസാല ഇട്ടാൽ മതി കേട്ടോ. ഞാൻ ഇനി ഓയിൽ ഒഴിക്കുന്നില്ല, മസാല ഇട്ട് ചുറ്റിച്ചെടുക്കണം. ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ഞാൻ ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾ ദോശ ചുടുന്ന സമയത്ത് അടിയിൽ ഒട്ടിപ്പിടിക്കലുണ്ടെന്നുണ്ടെങ്കിൽ അതിന് മെയിനായിട്ടുള്ളൊരു കാരണം ഇങ്ങനെ ചൂട് കൺട്രോൾ ചെയ്യാത്തതായിരിക്കാം. ഇനി ഈ പ്രാവശ്യം ചുടുമ്പോൾ ഞാൻ കൊണ്ടായി കഴുകുന്നില്ല കേട്ടോ. ഇതിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കളഞ്ഞുകൊണ്ട് വെള്ളം ഒഴിച്ചിട്ട് മാവ് വയ്ക്കണം. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ചുട്ടപ്പോൾ ഒട്ടുമതി ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായില്ലല്ലോ. ഇത് നന്നായിട്ട് തന്നെ വിട്ടുപോരും. ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. പിന്നെ നമ്മൾ ചട്ടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി മാവിൽ ചേർത്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്കറിയാം. ഇതുപോലെ ഞാൻ എല്ലാം ചുട്ടെടുത്തിട്ട് വരാം കേട്ടോ. ഇപ്പം ഞാനിവിടെ എല്ലാ ദോശയും ചുട്ടെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്ട്രക്ചർ ഞാൻ എടുത്ത് കാണിക്കാം. നല്ല ക്രിസ്പിയാണ്, നല്ല സോഫ്റ്റാണ്, ഒട്ടും ബലമില്ല. നല്ല സൂപ്പർ ദോശ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് വിചാരിക്കുന്നു.
ഈ ടിപ്സുകളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് സൂപ്പർ ആയിട്ടുള്ള ദോശ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. പറഞ്ഞു വന്നപ്പോൾ വീഡിയോ ഇതിൽ ലെങ്തി ആയി പോയി, സോറി ഫോർ ദാറ്റ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് വഴി തന്നെ ഒന്ന് അറിയിക്കുക. താങ്ക് യു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.